ഹലോ ഗൈസ്, ഐ ആം ബാക്ക് ഓൺ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ചോര ഉണ്ടല്ലേ, എനിക്ക് സമാധാനം ഉണ്ടാവില്ല. നമുക്ക് അങ്ങ് പോവല്ലേ. ഇന്നും എനിക്ക് വീണ്ടും പഴയ പോലെ ഒരു കോൾ. എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണല്ലോ, ഇൻ്റർവ്യൂവിന്. ആടെ വിളിച്ചതിന് ശേഷം രോഹിത്താണ് വിളിച്ചത്. ഞാൻ വിളിച്ച് രാവിലെ അപ്പോൾ ഒരുങ്ങിപ്പോയി, ബാഗൊക്കെ അകത്തോണ്ട് വെച്ചു, ഡ്രസ്സൊക്കെ മാറ്റി, കുളിച്ച് പല്ലൊക്കെ തേച്ച് പോയി. അപ്പോഴാണ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക്. എൻ്റെ മണ്ണാങ്കട്ടയാണെങ്കിലും എനിക്ക് ജോലി കിട്ടിയാൽ മതി. ഇത് ആകെ ഇനി 50 കൂടെ ആക്കിയിട്ടുണ്ട്. 50 ഉണ്ടായിരുന്നു. ആ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിലിട്ടിട്ടുണ്ട്. ഞാൻ കൊടുത്തു. അതെന്നൊരു ദൈവത്തിനറിയാം. ഇവിടെ മിലിറ്ററിക്കാരൊക്കെ ഒന്ന് വയസ്സ് നിങ്ങൾ അറിഞ്ഞോ? ഒരു സ്പെഷ്യൽ വീഡിയോ അതിനകത്ത് നമുക്ക് ഇടണം. മിലിറ്ററിക്കാരെ കാണിച്ചു തരാം. ഒരടുത്തേക്ക് പോലും പോകാൻ പറ്റില്ല, നമ്മളാ പൊട്ടിച്ചിടും. ഈ കൺസ്ട്രക്ഷൻ മിലിറ്ററിക്കാരുടെ ക്യാമ്പിനാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുണ്ടോ, ഇത് ഒരു ക്യാമ്പിനുള്ള കൺസ്ട്രക്ഷനാണെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ നേരെ മുന്നിൽ കാണുന്നതാണ് നമ്മളെ, അറിയില്ല എനിക്ക്, കാർ ഷോപ്പ്. അവിടെയാണ് ഞാൻ കൊടുത്തത്. കണ്ടിട്ട് മേടാണോ മീച്ചിയാണോ മച്ചനാണോ ബോസാണോ എന്നൊക്കെ പറയാം. നോക്കട്ടെ, പോവാ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പം എപ്പോഴത്തെ പോയി കിടക്കുക? അത് വലിച്ചെറിയ ഫ്രാങ്കിനെ. ഇവിടെ കാണുന്നില്ലല്ലോ. ശല്യം. വേണ്ടേക്ക് നോക്കട്ടെ. ആര് കുട്ടി പറഞ്ഞേ? അമ്മേ അപ്പുറം ഞാൻ വീണ അവസ്ഥയല്ലോ. ഇതങ്ങോട്ടാ? മേഡമേ, ഇവിടെ ജോലി കൊടുക്കണ്ടെന്ന് കേട്ടു. We are APPO and ink construction worker here. ഗായ്സ്, സംഭവം എന്താ പറഞ്ഞു മനസ്സിലായോ? ആണെന്ന് അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന്, അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലായുള്ളൂ. അവൻ പറഞ്ഞെന്താണെന്നറിയോ? അവൻ വിളിച്ചപ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. നമ്മൾ 9 മണി തൊട്ട് 7 മണി വരെയാണ് വർക്കുന്നത്. 8:30 നാളെ വരെയാണ് കേട്ടോ ഗൈസ് പറഞ്ഞത്. നാളെ തൊട്ട് ജോലിയും കിട്ടി. ഇത്ര എളുപ്പമായിരുന്നോ? അത് പെണ്ണാണോ ആണോ? കണ്ടത് പെണ്ണിനെ പോലെ, ശബ്ദമാണെങ്കിൽ ആണിനെ പോലെ. എന്തോടെ ഇങ്ങനെ? വേഗം വിടാം. ഇവിടെ ഇന്നലെ ശരിയാവില്ല. നമ്മളും കൂടിയതാണ് ദൈവത്തിനറിയാം. കൊടുക്കും ആ പെണ്ണിൻ്റെ വശം മണ്ടോ അതുകൊണ്ട് ഹെൽമെറ്റിടോ. സേഫ്റ്റിക്കാ മുഖ്യം. വേഗം പോവാ. എനിക്ക് വേണം എൻട്രൻസ്. എനിക്ക് മതി ഇത്, ഈ വഴി. അതാ കഴിച്ച് ഞാൻ പറഞ്ഞ മിലിറ്ററി ബേസ്. മിലിറ്ററിൻ്റെ ഈ സാധനം. ഇതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ഒന്നുമല്ല. ഞാൻ ഇന്ന് കാണണമെന്ന് വിചാരിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞ സ്പെഷ്യൽ വീഡിയോ ഒന്നും വേണ്ട. അത് തന്നെ മിലിറ്ററി ബേസ്. മഴ തുടങ്ങി, പണി കിട്ടി, ഇടി വെട്ടുന്നു. എനിക്കിതൊക്കെ കേട്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. ഞാനിവിടെ ഇവിടെ നിർത്തിയിട്ട് കേട്ടിട്ട് വണ്ടിയൊക്കെ സ്ലിപ്പ് പോകാൻ ആദ്യം മഴ. ഞാൻ അവിടെ ഇവിടെയല്ലോ ഷെഡിലെല്ലാം കയറിക്കോട്ടെ. മറ്റേ സാധാ വഴി കൂടെ ചാടി വന്നാൽ മതിയായിരുന്നു. ഇത്രയും ചുറ്റുണ്ടായിരുന്നു. ഇവിടെ വെക്കാം. ബീച്ചിൻ്റെ കൂടെ ഒരു വഴിയിലായിരുന്നു. മഴ കഴിയുമ്പോൾ നിങ്ങളവിടെ പറയും കേസ്. മഴ കഴിഞ്ഞു കഴിച്ചു. അപ്പത്തേനും രാത്രിയായി. എൻ്റെ പൊന്നു മോനെ, മഴ കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയായി. നീ വേഗം വീട്ടിൽ പറ്റി കുളിച്ചല്ല മേലെഴുതി കിടന്നുറങ്ങട്ടെ. ഒന്നും മഴ കഴിഞ്ഞപ്പോഴത്തേനും രാത്രി. എനിക്കത് വിഷമത്ത് വീട്ടിൽ പറ്റി വല്ലതും കഴിക്കട്ടെ. അവിടെ ന്യൂഡിൽസെല്ലാം ഇരിക്കണ്ടാവും. ഒരു പ്രതീക്ഷ. വേഗം പോട്ടെ, ഭയങ്കര വിശപ്പ്.
ഉവ്വ. വേഗം പോവാം. പുറത്തങ്ങ് വിട്ടോ അച്ഛനെ. അമ്മേ എത്തിയില്ല അടുത്തെത്തി. ലൈറ്റ് ഓഫ്. ഇന്ന് ഇവർക്ക് എന്തിനാണ് ഇത്ര രാത്രി വെച്ചും 7 മണി എത്തല്ലോ. ഓക്കെ ഇവിടെ ഞാൻ നിങ്ങളെ പറ്റി ഞാനിപ്പോൾ കിടക്കട്ടെ. ഭക്ഷണം കഴിച്ച് കിടക്കട്ടെ. രാവിലെ ആയി വേണ്ട ഭാഗ്യം. ഞാനൊക്കെ പോയി വീണ്ടും പോയി രാവിലെയൊക്കെ ആയി വെന്നിച്ച് പല്ലൊക്കെ തേച്ച് ഭക്ഷണം കഴിച്ചിരിക്കുക. നിങ്ങൾ പോയി അടുത്ത വിളി പോയി ഇതാ വരുന്നേ. ഇനി അടുത്ത വിളി കാണാം. ബൈ. താങ്ക് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുക. ബൈ.